ഉപദേശിക്കുന്നത് നിർത്തിവെക്കുക, നല്ല ആളുകൾ തെമ്മാടികളോട് വിട്ടുവീഴ്ച ചെയ്യുക, കണ്ണടക്കുക എന്നുള്ളത് ഇത് വലിയ കടുത്ത ഫിത്നയുടെ ഒരു അടയാളമായിട്ടാണ് വിശ്വാസം പറഞ്ഞത്. അതുകൊണ്ട് ഫിത്നകൾ അകന്നു പോകാനുള്ള മാർഗമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിൽ വിട്ടുവീഴ്ച ഇല്ലാത്തിടത്തോളം കാലം ഹൈറ് ബാക്കിയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പരസ്പരം നമ്മൾ ഉപദേശിക്കുക. നോക്കൂ, നമ്മുടെ ഒരു ശരീരത്തിൽ നമ്മുടെ വസ്ത്രത്തിനുള്ളിൽ ഒരു വിഷജീവി കയറിപ്പോയി, ഒരു പാമ്പ് കയറി, അല്ലെങ്കിൽ തേള് കയറി, അത് മറ്റൊരു ആൾ കണ്ടു, ഒരു സുഹൃത്ത് കണ്ടു, അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതുപോലെയുള്ള ദുൽമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കാണുന്ന തെറ്റുകൾ കണ്ടിട്ട് കണ്ണടക്കുക എന്നുള്ളത്. നാളെ ആഖിറത്തിൽ ഇവൻ ഹിസാബ് ഉണ്ടാകും, ഇതിന്റെ പേരിൽ ഇവൻ വിചാരണ ചെയ്യപ്പെടും. ദുനിയാവിൽ അത് പറഞ്ഞതിന്റെ പേരിൽ അവൻ നമ്മോട് പിണങ്ങിയാൽ തരക്കേടില്ല, നാളെ ആഖിറത്തിൽ അവൻ വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഒരു മുഅ്മിൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല, കൂട്ടുകാരുണ്ടാവുകയില്ല. അദ്ദേഹം പറയുന്നത് താബഈങ്ങളുടെ കാലത്താണ്. ആലോചിക്കണം, അന്നത്തെ കാലത്ത് അദ്ദേഹം പറയുകയാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ, ഒരു തിന്മ കണ്ടാൽ പറയുക. അതിന് ഷർത്തുകളുണ്ട്. പറയുന്നത് സൗമ്യമായിട്ട് റിഫ്കോടെ ആയിരിക്കണം, എൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, എന്തെങ്കിലും പറയരുത്.